സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. സെപ്റ്റംബർ മാസത്തെ ഈ ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ 8 നോമ്പിലൂടെ കടന്നു പോവാണ്. നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജന്മദിനം ഓർക്കുകയാണ്. എന്ന് പറയുമ്പോൾ സകല അറിവിൻ്റെയും സകല ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവ് മറിയത്തിൽ നിറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ മുമ്പിലേക്ക് സമർപ്പിച്ച മറിയം നമ്മളങ്ങനെയാണ് കാണേണ്ടത്. ഈ ലോകത്തിൽ ജീവിച്ചത് ലോകത്തിൻ്റെതായ രീതിയിൽ തൻ്റെ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് വളർന്നു വന്ന മറിയം ദൈവത്തിൻ്റെ ആജ്ഞ, ദൈവത്തിൻ്റെ വാക്ക് കേട്ടപ്പോൾ പൂർണ്ണമായും ദൈവ തിരുമുമ്പിലേക്ക് അടിയറവയ്ക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ദൈവിക ജ്ഞാനത്തിനു വേണ്ടി ചോദിക്കാം. ഇന്ന് ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതാണ്, ദൈവിക ജ്ഞാനം. ഏതെല്ലാം തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളും കാര്യങ്ങളും ഒക്കെ, എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. എന്തുമാത്രം പ്രഗത്ഭമായ അല്ലെങ്കിൽ വളരെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളുമൊക്കെ പഠിച്ച് നമുക്ക് ലോകത്തിൻ്റെ അറിവിൻ്റെ ഒരു ഉന്നതിയിലേക്ക് എത്താം. നല്ലതാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും മനുഷ്യൻ ഒന്ന് എത്തി നോക്കാൻ മടിക്കുന്ന വേറൊരു പഠനം, വേറൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടേക്കാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധ മറിയത്തെ കൊണ്ടുപോയത്. അവിടേക്കാണ് സോളമനെ ദൈവം വിളിച്ചത്, ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേരാനായിട്ട്. ഇന്ന് ലോകത്തിൽ നമുക്കറിയാം, എല്ലാം കാണപ്പെടുന്നവ, കണ്ണുകൊണ്ട് കാണുന്നതും ശാസ്ത്രീയമായിട്ട് വിവക്ഷിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നൊരു ചിന്തയാണ്. പല കാര്യങ്ങളും പണ്ട് കണ്ണുകൊണ്ട് കാണാതിരുന്നത് ഇന്ന് ശാസ്ത്രം തെളിയിച്ചപ്പോൾ അത് ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ വളരെ എളുപ്പമാണ്. ശാസ്ത്രം എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എളുപ്പമാണ്. ശാസ്ത്രത്തിന് തെളിയിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുമുണ്ട്. അതായത് ശാസ്ത്രീയമായിട്ട് ലോകത്തിൻ്റെ ഒരു ഉപകരണം കൊണ്ടും കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു മെഷർ അല്ലേ, എല്ലാത്തിനും ഉണ്ട്. ഹൈറ്റ്, വെയിറ്റ്, ലെങ്ത്, ഇങ്ങനെ എല്ലാത്തിനും ഒരു സ്റ്റാൻഡേർഡ് നിശ്ചയിച്ചത് കൊണ്ട് അതനുസരിച്ച് മെഷർ ചെയ്ത് ഓരോന്നിനെയും കണ്ടുപിടിക്കാനും മനസ്സിലാക്കാനും ഒക്കെ എളുപ്പമുണ്ട്. പക്ഷേ ഈ ലോകത്തിൻ്റെ അറിവ് കൊണ്ടോ ലോകത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിലോ പഠിച്ചാലും മനസ്സിലാക്കാത്ത ഒരു അറിവാണ്, ഒരു പഠിത്തമാണത് ദൈവത്തെക്കുറിച്ചുള്ള അറിവ്. അവിടെ മനുഷ്യൻ അവിടെ പഠിച്ചിരുന്നെങ്കിൽ മനുഷ്യൻ എത്രമാത്രം ഉന്നതിയിലേക്ക് ഉയരുമായിരുന്നു. എത്രമാത്രം ഇപ്പോൾ ഉള്ളതിനേക്കാളൊക്കെ 10,000 മടങ്ങ് ഉന്നതിയിലേക്ക് ഉയരുമായിരുന്നു. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗത്തിലെ, അല്ലെങ്കിൽ അന്ന് ഗമാലിയേലിന്റെ പാദങ്ങളിലിരുന്ന അലക്സാണ്ട്രിയയിലെ പ്രഗത്ഭമായ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ഒത്തിരി ബിരുദങ്ങളൊക്കെ നേടിയവനായിരുന്നു ഈ സാവൂൾ പൗലോസ്. ഞാനൊരു പൗലോസിന്റെ തന്നെ പറയുന്നുണ്ട്, ഞാൻ എന്തെല്ലാം കുലീന കുടുംബത്തിൽ ജനിച്ചവനാണ്, ബെഞ്ചമിൻ ഗോത്രജനാണ്, എന്തുമാത്രം കാര്യങ്ങളാണ് ഞാൻ പഠിച്ചത്. ആ ഒരു ലോകത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ മുകളിൽ കൊടുമുടിയിൽ നിന്നുകൊണ്ടാണ് യേശു പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റാതെ അവനെ ഇല്ലാതാക്കാൻ, താൻ പഠിച്ചതിനും താൻ ചിന്തിക്കുന്നതിനും അല്ലെങ്കിൽ തൻ്റെ അറിവിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇവൻ വന്ന് പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറയുന്ന ആ ഒരു മേഖല. അതില്ലാതാക്കണം. തൻ്റെ അറിവാണ് ഏറ്റവും ഉന്നതമായ അറിവ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മറ്റേ അറിവിനെ, അല്ലെങ്കിൽ ലോകത്തിൽ വെളിപ്പെടുത്തപ്പെട്ട പുതിയൊരു യൂണിവേഴ്സിറ്റി, ഞാൻ പറയുക അതിതാണ്. അതായത് നമ്മൾ പണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇന്ത്യൻ പൗരാണികമായിട്ടുള്ള ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ. വീട് വിട്ടിട്ട് പോയി ഗുരുവിനോടൊപ്പം വസിച്ചുകൊണ്ട് ഗുരുവുമായി ഒന്നായി ചേർന്നുകൊണ്ട് പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസക്കാരൻ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ പുരാതനമായ ഇന്ത്യൻ സംസ്കാരത്തിലുണ്ടായിരുന്നു. ഇത് പിന്നീട് നമ്മൾ ക്രിസ്ത്യാനിറ്റിയിൽ നമ്മളത് ഒരു ആശ്രമ ജീവിതം എന്നൊക്കെ പറയണം. പല ആശ്രമങ്ങൾ രൂപപ്പെട്ടു യൂറോപ്പിലൊക്കെ. അവിടെ വന്നുകൊണ്ട് വീട്ടിലെല്ലാം ഉപേക്ഷിച്ചിട്ട്, ലോകത്തിനെല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവത്തെക്കുറിച്ച് അറിയാൻ. ഇന്ത്യയുടെ പൗരാണങ്ങളിൽ കൊണ്ട് വാൽമീകി എന്നൊക്കെ പറഞ്ഞില്ലേ, ഇന്ന് തപസ് എടുത്ത് ചിതൽപുറ്റായിട്ട് മാറിയ വ്യക്തികളെ കുറിച്ചൊക്കെ സ്കൂളിൽ പണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ചിലര് ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഇതെന്തോ ഉണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനുവേണ്ടി അന്വേഷണം നടത്തിയൊരു മനുഷ്യവർഗത്തിന്റെ ആരംഭം മുതലേ ഉണ്ട്.
നമുക്കറിയാം അതിൽ പഴയ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ മനസ്സിലാക്കിയ നമ്മൾ വേണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സോളമന് മനസ്സിലാക്കിയ ഒരു കാര്യം അതായിരുന്നു. കാരണം സോളമനോട് ദൈവം, ദാവീദിൻ്റെ മകനായ സോളമനോട് ദൈവമായ കർത്താവ് ചോദിച്ചു, ഞാൻ എന്താണ് നിനക്ക് തരേണ്ടത്, എന്താണ് നീ എന്നിൽ നിന്നൊരു വരം ആഗ്രഹിക്കുന്നത്? സോളമൻ വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു, എനിക്ക് ഏറ്റവും വലിയ സമ്പത്ത് വേണം, ഏറ്റവും കൂടുതൽ സമ്പത്ത്, ഏറ്റവും കൂടുതൽ എൻ്റെ ശത്രുക്കളൊക്കെ എൻ്റെ മുമ്പിൽ ഭയന്ന് വിറയ്ക്കണം, അവരെല്ലാവരും എൻ്റെ മുമ്പിൽ മുട്ടുകുത്തണം. അതൊന്നും ചോദിച്ചില്ല. പറഞ്ഞു, ദൈവമേ, നിന്റെ ജനമാണ്, നിന്റെ ജനം, നീ നയിക്കുന്ന ഒരു ജനമാണിത്. അപ്പൊ അവരെ നീ ആഗ്രഹിക്കുന്നത് പോലെ നയിക്കാൻ നിന്റെ അറിവ്, ദൈവത്തിൻ്റെ അറിവ് എനിക്ക് തരണമേ. ഇതാണ് ചോദിച്ചത്. വളരെ വിരളമായിട്ട് ലോകത്തിൽ ആൾക്കാർ ചോദിക്കും. എല്ലാവരും പണവും പേരും പ്രതാപവും പ്രശസ്തിയൊക്കെ ചോദിക്കുമ്പോൾ സോളമൻ ദൈവകൃപയാൽ ചോദിച്ചു, ദൈവമേ, നിന്റെ മനസ്സറിയാൻ. ഇന്നലെ പൗലോസ് അപ്പോസ്തലൻ നമ്മൾ ഈ 2-3 ദിവസമായിട്ട് നമ്മൾ ഒന്നാമത്തെ ആഗോള സഭയിലെ വിശുദ്ധ കുർബാനയിലെ കൊരിന്ത്യസുകാരുടെ 1-ാം ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായം ഇതായിരുന്നു നമ്മൾ വായിച്ചുകൊണ്ട് പോകുന്നത്. അവിടെയൊക്കെയും പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ പ്രസംഗം ഒന്നും ഞാൻ ഈ പറഞ്ഞു വന്നത്, അതായത് ഗമാലിയേലിൻ്റെ അലക്സാണ്ട്രിയയിലെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച് ഗമാലിയേലിൻ്റെ പാദങ്ങളിൽ നിന്ന് ഉന്നത ബിരുദങ്ങളൊക്കെ നേടിയ പൗലോസെ പുതിയൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് പരിശുദ്ധാത്മാവ് വിളിച്ചപ്പോൾ ആ പുതിയ അറിവിൽ നിന്നുകൊണ്ടാണ് പിന്നീട് പൗലോസ് മുമ്പോട്ട് പോകുന്നത്, സംസാരിക്കുന്നതൊക്കെ. വേറൊരു അറിവ്, ലോകത്തിൻ്റെ അറിവല്ലത്. നമ്മളുടെ ജീവിതങ്ങളിലും ആ ഒരു വിളിയുണ്ട്. നമുക്ക് വേണേ നല്ല കാര്യം, ഞാൻ പറയുന്നു, ഇഷ്ടംപോലെ നമ്മൾ പഠിച്ചു, ഡിഗ്രിയൊക്കെ എടുത്തു, എത്ര PhD വേണമെങ്കിൽ എടുത്തു, നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഈ പരിശുദ്ധാത്മാവാകുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് ഒന്ന് നമ്മളുടെ ജീവിതം, ഒരു ഗുരുകുല വിദ്യാഭ്യാസം പോലെ നമ്മളുടെ ജീവിതം ഒന്ന്, അതായത് ഈ 8 നോമ്പിൽ കടന്നു പോകുമ്പോൾ നമ്മൾ പരിശുദ്ധ അമ്മയെ കാണുന്നത് അങ്ങനെയാണ്. പൂർണ്ണമായും തൻ്റെ ജീവിതം പൂർണ്ണമായും വിട്ടുകൊടുക്കുകയാണ്. നിന്റെ വചനം എന്നിൽ നിറയട്ടെ. അതായത് നമുക്കിന്ന് പഠിക്കുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ക്രെഡിറ്റ് എടുക്കാം, എത്ര വേണമെങ്കിലും സെമിസ്റ്റർ പഠിക്കാം, എത്ര വേണമെങ്കിലും ക്രെഡിറ്റ് എടുക്കാം, എത്ര വേണമെങ്കിലും ബുക്കുകൾ വായിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലോകത്തിൻ്റെതായിട്ടുള്ള ബുക്കുകളൊക്കെ വായിച്ചും പഠിച്ചും ഒക്കെ നമുക്ക് ഡിഗ്രി എടുക്കാം. എന്നാൽ ഇതാ മറിയം എന്താ പറഞ്ഞത്? ഇതാ ഞാൻ എന്നെ സമർപ്പിക്കുകയാണ്, നിന്റെ പൂർണ്ണത മുഴുവനും എന്നിലേക്ക് വന്ന് നിറയാൻ ഞാൻ എൻ്റെ മനസ്സും എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും എൻ്റെ ബുദ്ധിയും എൻ്റെ ചിന്തകളും എൻ്റെ വികാരങ്ങളും ഞാൻ എന്തായിരിക്കുന്നു അത് പൂർണ്ണമായി ഞാൻ നിന്റെ മുമ്പിലേക്ക് ഞാൻ അടിയർ വയ്ക്കുന്നു. എന്താ സംഭവിച്ചത്? ദൈവികമായ വെളിപ്പെടുത്തൽ ദൂതൻ ഒന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാതെ ഇരുന്നുകൊണ്ടാണ് മറിയം ദൂതൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി, ഇതെങ്ങനെ സംഭവിക്കും, ഈ ഡിഗ്രി അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നീ പറയുന്ന കാര്യങ്ങൾ? അപ്പോഴാണ് ദൂതൻ പറഞ്ഞത്, നീ ദൈവത്തിന് മുമ്പിലൊന്ന് അടിയർ വെച്ചാൽ മതി, ദൈവം തന്നെ നിന്നിൽ വന്ന് നിറഞ്ഞുകൊണ്ട് മനുഷ്യർക്ക് ഇതുവരെ ലഭിക്കാത്ത അറിവും ബോധ്യവും ഒക്കെ നിനക്ക് പകർന്നു തരും. ഇങ്ങനെയാണ് പറഞ്ഞത്. മറിയം പറയുകയാണ്, ഇതാ ദൈവത്തിനൊന്നും അസാധ്യമല്ലോ. ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഇന്നൊക്കെ നമുക്ക് വീട്ടിലിരുന്ന് വേണേൽ പഠിക്കാം, അല്ലേ? ഓൺലൈന് വിദ്യാഭ്യാസം എന്നൊക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തൊക്കെ പഠിക്കാം. ഏതാണ്ട് അങ്ങനെ ഒരു സംഭവമാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ അറിവിൽ ദൈവത്തെ തന്നെ മറിയത്തിലേക്ക് ഡൗൺലോഡ് ചെയ്തെന്ന് വേണേൽ പറയാം. പൂർണ്ണമായും മറിയത്തിൻ്റെ ശരീരവും മനസ്സും ആത്മാവും ബുദ്ധിയും ചിന്തകളും മുഴുവനും ദൈവം ആ സമയത്ത് മറിയത്തിലേക്ക് കൊണ്ട് നിറയ്ക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ ശക്തി പ്രാപിക്കും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇത് ഞാൻ പറയുന്നത് ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം എന്ന് പറയും. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അറിവെന്ന് പറയും. ഏറ്റവും വലിയ അറിവാണ്, ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചിട്ടുണ്ട്, ദൈവത്തെ അറിയുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. സാധാരണ ഡിഗ്രിയൊക്കെ നമുക്ക് ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ദൈവത്തെ അറിയാനുള്ള നമ്മൾ ഈ ഒരു വിട്ടുകൊടുക്കണം പൂർണ്ണമായിട്ടും. ഞാൻ പറയുന്നത്, നമ്മളുടെ ബുദ്ധിയും നമ്മുടെ യുക്തിയും നമ്മുടെ ചിന്തകളും വികാരങ്ങളും നമ്മുടെ ജീവിതം മുഴുവനായും ദൈവത്തിന് മുമ്പിലേക്ക്, ഞാൻ പറഞ്ഞ കമ്പ്യൂട്ടർ ഭാഷ പറഞ്ഞാൽ ടോട്ടൽ ഒരു ഡൗൺലോഡാണ്. ദൈവം തന്നെ നമ്മിലേക്ക്, പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്ന് നിറയുക. അവിടെ നമ്മുടെ ബുദ്ധിയും യുക്തിയും ചിന്തകളും ഒക്കെ പിന്നെ ലോകത്തിൻ്റെ കാഴ്ചപ്പാടൊക്കെ മാറിയിട്ട് വേറൊരു ലെവലിലേക്ക് പോകുകയാണ്.
ഇന്ന് പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ ജോർജിയ സ്റ്റേറ്റിന് വേണ്ടി അറ്റ്ലാന്റയിൽ നിന്നും സാലി പൈസ് പ്രാർത്ഥന സങ്കീർത്തനം 100 നമ്മളെ ഓർപ്പിച്ചതാണ്. എന്താ പറഞ്ഞത്? ഭൂമി മുഴുവനും കർത്താവിൻ്റെ മുമ്പിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ, സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ, ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ, കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ. ആ ഒരു അറിവാണ് പരിശുദ്ധാത്മാവെന്നത്. കർത്താവ് ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും ലോകത്തിലുള്ള സകല, അതല്ലേ സോളമൻ പറഞ്ഞത്, സകല കാര്യങ്ങളെക്കുറിച്ച് സോളമൻ അറിയാമായിരുന്നു. പരിശുദ്ധാത്മാവ് സോളമന്റെ മേൽ, അല്ലെങ്കിൽ സകല അറിവും സകല ജ്ഞാനവും എല്ലാം സോളമന്റെ മനസ്സിലേക്ക്, ചിന്തയിലേക്ക്, ബുദ്ധിയിലേക്ക് ദൈവം ഡൗൺലോഡ് ചെയ്ത് കൊടുത്തു. സോളമൻ ഒരു യൂണിവേഴ്സിറ്റി ആയിട്ട് മാറി. ഷീബ രാജ്ഞി അങ്ങ് വിദൂരത്തു നിന്നൊക്കെ പ്രശസ്തമായ രാജാക്കന്മാരും രാജകുമാരിമാരൊക്കെ യൂണിവേഴ്സിറ്റി പഠിക്കാനായിട്ട് എത്തി സോളമന്റെ അടുത്തേക്ക് വരുവാൻ. കാരണം അന്ന് വരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് സോളമൻ വിശദീകരിച്ചു കൊടുത്തത്. എന്ത് സംശയം ഉണ്ടെങ്കിലും അതിനുത്തരം കൊടുത്തിരുന്നു. ഞാനീ പറയുന്നത് പുരാതനമായ പരിശുദ്ധാത്മാവിൻ്റെ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ്. നമ്മളിലേക്ക് പൂർണ്ണമായും ദൈവം തന്നെ വന്ന് നിറഞ്ഞുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നവരും ഇന്നുമുണ്ട്. ദൈവമാണെന്ന്, കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ, അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നാം അവിടുത്തേതാണ്. ആ ഒരു ബോധ്യം, അതായത് ദൈവത്തിന് തിരുമുമ്പിലേക്ക് നമ്മൾ അടിയറ വെക്കണമെങ്കിൽ ഒന്ന് നാം അവിടുത്തെ വിശ്വസിക്കണം. ഈ പറഞ്ഞാണ് ദൈവം സർവത്തിൻ്റെയും സൃഷ്ടാവും കർത്താവുമാണ്. എല്ലാം നമുക്കുള്ള എല്ലാ അറിവുകൾക്കും അപ്പുറമാണ് ദൈവം. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. നമ്മൾ ഇടയ്ക്ക് ചിന്തിച്ചൊരു കാര്യമുണ്ടല്ലോ, ദൈവം ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ യൂണിവേഴ്സിറ്റി, പരിശുദ്ധാത്മാവിന് യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ നമുക്ക് വേറെ 100 ബുക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ലാബല്ലേ, കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ പഠിക്കുമ്പോൾ ഇടയ്ക്ക് ലാബ് ദിവസം അന്ന് ലാബിൻ്റെ ഡേ ആണെന്ന് പറയും. പരിശുദ്ധാത്മാവ് എന്നും ലാബ് കൊണ്ട്, എന്നും പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലൂടെ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ജ്ഞാനം മുഴുവൻ നമ്മളെ അറിയിക്കാൻ പറയും. സോളമൻ അങ്ങനെ ആയിരുന്നു, പരിശുദ്ധ കന്യകാമറി അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ ഒന്നിൻ്റെ പിന്നാലെ പോകാനായിട്ട് പരിശുദ്ധ മറിയത്തിന് തോന്നിയില്ല. കാരണം ലോകത്തിന്റെ സകലതും കൂടെ അവളിൽ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. പൗലോസ് അപ്പോസ്തലൻ ഈ അലക്സാണ്ട്രിയൻ യൂണിവേഴ്സിറ്റി പഠിച്ച് വലിയ ബിരുദമൊക്കെ എടുത്ത പൗലോസ് തന്റെ ജീവിതം ഒരിക്കലും ദൈവം ഇടപെട്ട് കഴിഞ്ഞപ്പോൾ, ഈ കർത്താവിനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കലൊരു ദൈവിക ഇടപെടലുണ്ടായി. ശൗൽ ശൗൽ, നീ എന്തിനാണ് എന്നോട് മത്സരിക്കുന്നത്? എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? ഇരുമ്പ് ആണികളിൽ മേത്തൊഴിക്കുന്നത് നിനക്ക് അപകടമാണെന്ന്. ആ സ്വരം കേട്ടപ്പോഴേ വീണുപോയി, നിലത്ത് വീണുപോയി. ആരാണ് നീ? നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നീ പോവുക, ഡമാസ്കസിലേക്ക് പോവുക, അവിടെ വെച്ച് ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. അനന്യാസിനെ അവിടേക്ക് ദൈവം അയച്ചു. ഈ സാവൂളിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. സാവൂള് മാനസാന്തരപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതും പിന്നീട് അങ്ങോട്ട് നമ്മൾ ഈ ഇന്നത്തെ വായനയിൽ മുഴുവനും അപ്പോസ്തല പ്രവർത്തനങ്ങൾ കഴിഞ്ഞങ്ങോട്ട് മുഴുവനും പൗലോസിന്റെ ലേഖനങ്ങൾ മുഴുവനും സ്വർഗത്തിന്റെ ഡൗൺലോഡാണ്. അത് നമ്മളൊന്ന് മനസ്സിരുത്തി വായിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് നമ്മൾ കാണാതെ പഠിക്കുകയല്ല, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ വചനങ്ങളിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നിറയുമ്പോൾ, നമ്മൾ ഇന്ന് യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വായിച്ച് ഗ്രഹിച്ച് ചെവിയിലൂടെ കുറേ കാണാതെ പഠിച്ച്, കുറേയൊക്കെ എഴുതി, കുറേയൊക്കെ അപ്ലോഡ് ചെയ്തു, കുറേയൊക്കെ നമ്മൾ ഓരോ സെമിസ്റ്ററിലും അത് നമ്മൾ ക്വാളിഫൈ ചെയ്ത് അടുത്ത സെമിസ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. കഴിഞ്ഞ 4 സെമിസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ അത് ഓർമ്മ പോലും കാണത്തില്ല. പക്ഷെ അത് ക്രെഡിറ്റ് കിട്ടിക്കഴിഞ്ഞു. എന്നാൽ അങ്ങനെയല്ല. ഇത് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക്, അത് ജീവിതകാലം മുഴുവനും നമ്മളിൽ നിൽക്കുകയാണ്. അറിവ്, ജ്ഞാനം. അതേക്കുറിച്ച് പൗലോസ് പറഞ്ഞത് ഇങ്ങനെ ഇന്നലെ ഇന്നൊക്കെ വായിക്കുന്നത് അങ്ങനെയായിരുന്നല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതായത് ദൈവം തന്നെ സ്നേഹിക്കുന്നവരിലേക്ക്, അല്ലെ തൻ്റെ മുമ്പിൽ ജീവിതം അടിയർ വെച്ചവരിലേക്ക് എന്ന് പറയുമ്പോൾ സോളമനെ പോലെ, പഴയ നിയമത്തിലെ ദാനിയേലിനെ പോലെ, പിന്നെ നമ്മൾ എത്രയോ പേരാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് പോലെ പ്രവാചകന്മാർ ഓരോരുത്തരും, അല്ലേ,
യെശയ്യാ തമ്പുരാന് മുമ്പിൽ അടിയറ വെച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ഡൗൺലോഡ് ഉണ്ടായി. അവന്റെ മേൽ സ്വർഗത്തിന്റെ ദൂതന് തീക്കനലുമായി പറന്നു വന്നുകൊണ്ട് അവന്റെ അധരങ്ങളെ സ്പർശിച്ചപ്പോൾ യെശയ്യായുടെ അവന്റെ കാതുകൾ തുറക്കപ്പെട്ടു. സ്വർഗത്തിന്റെ കാര്യങ്ങൾ മുഴുവനും കേൾക്കാനുള്ള വലിയൊരു കൃപ കിട്ടി. സ്വർഗം പറയുന്നത് എന്താണെന്ന് വിളിച്ചു പറയാനുള്ള പ്രവചന വരം യെശയ്യായി കിട്ടി. ജെറമ്യാ പറഞ്ഞു, ഞാൻ ബാലനാണ്, എനിക്ക് പറയാൻ പോലും അറിയില്ല, 4 പേരുടെ മുമ്പിൽ നിന്ന് 4 വാക്ക് കൂട്ടി പറഞ്ഞാൽ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെയും സ്വർഗത്തിന്റെ കരം അതായത് ഒരു ഡൗൺലോഡ് അവിടെയും നടന്നു. എന്താ? അവിടുന്ന് കരം നീട്ടി എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇതാ എൻ്റെ വചനങ്ങൾ ഞാൻ നിന്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. നമ്മളിങ്ങനെ കാണുകയാണ്, തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ജീവിതങ്ങളെ നമ്മൾ കാണുകയാണ്. സാമുവേൽ പ്രവാചകൻ അന്ന് ഈ ഗുരുകുല വിദ്യാഭ്യാസം പോലെ അന്ന് ഏലി പുരോഹിതന്റെ കൂടെ താമസിക്കുകയാണ്. അമ്മ കുഞ്ഞുനാളെ കൊണ്ട് അവിടെ വിട്ടു. ഒരു ദിവസം സ്വർഗത്തിന്റെ ഒരു ഇടപെടലുണ്ടായി. സാമുവേൽ 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 വിചാരിച്ചു തന്റെ ഗുരുവായ പുരോഹിതനെ ഏലി പുരോഹിതനെ വിളിച്ചു. അവിടെ ചെന്ന് 1, 2, 3 പ്രാവശ്യം കേട്ട് ഈ വിളി. എല്ലാ പ്രാവശ്യം ചെന്നപ്പോൾ ഈ ഏലി പുരോഹിതന് മനസ്സിലായി ദൈവത്തിന്റെ ഒരു ഇടപെടലുണ്ടാകുന്നുണ്ട് ഈ കുഞ്ഞില്. അതുകൊണ്ട് ഇനിയും വിളിക്കും, ഇതാ ഞാൻ കർത്താവേ എന്നങ്ങ് പറഞ്ഞോളാൻ പറഞ്ഞു. ചുമ്മാതങ്ങ് പറഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ പറയും, പരിശുദ്ധം അറിയുകയും ചെയ്തതാണ്. എന്താ നടക്കാൻ പോകുന്നു അറിയില്ല. ഇതാണ് ചെയ്തത് പൗലോസ്, ഇതാണ് പ്രവാചകൻ, ഇതാണ് വിശുദ്ധരില്ല, ഇതാ ഞാൻ, ഹിയർ ഐ ആം ലോർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം, നമ്മുടെ ആത്മാവിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് സ്വർഗം തന്നെ എല്ലാ ജ്ഞാനവും വന്നറിയാൻ. ഈ ഭൂമിയില് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ഉള്ളതിൻ്റെ അപ്പുറം ഉള്ളതും വരാനിരിക്കുന്നതിൽ കാണപ്പെടാത്തവ ആണ്. പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ ആ പൗലോസ് പിന്നെ അതേക്കുറിച്ചൊക്കെ എഴുതി വയ്ക്കുന്ന 1 കൊരിന്തോസ് 2 പറഞ്ഞാണ്, പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം ലോകത്തിനില്ല, ഈ സ്വർഗത്തിന്റെ യൂണിവേഴ്സിറ്റി എന്നുള്ള അറിവാണ് ഞാൻ പറഞ്ഞത്. ആർക്കൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിന്റെ നാശോന്മുഖമായ അധികാരികളുടെ വിജ്ഞാനവുമല്ല, രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. കാരണം ഇത് മുഴുവൻ നിറഞ്ഞു നിൽക്കുക. അവിടെ വാ തുറന്നാൽ മുഴുവൻ പുറത്തേക്ക് വരുന്ന ഇതാണ്. അതാർക്കും മനസ്സിലാകുന്നുമില്ല. ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് അധരം സംസാരിക്കുന്നുവല്ലോ. ദൈവിക വിജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതുമാണ്. ഈ ലോകത്തിന്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കുക. കാരണം ഈ ലോകത്തിന്റെ ഹയർ എഡ്യൂക്കേഷനൊക്കെ ഡിഗ്രികളും അങ്ങ് ഉന്നത പദവിയിലിരിക്കുന്നവർക്കൊന്നും അത് മനസ്സിലാകില്ല. കാരണം അത് വേറൊരു യൂണിവേഴ്സിറ്റിയാണ്, വേറൊരു അഫിലിയേഷനാണ്. അത് ദൈവത്തിൻ്റെതാണ്, ലോകത്തിൻ്റെതല്ല. ഈ ലോകത്തിൽ സാത്താൻ പഠിപ്പിക്കുന്നതിൻ്റെ നമ്മൾ വിദ്യാഭ്യാസമൊക്കെ നല്ല, അത് സാത്താൻ പഠിപ്പിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. ലോകത്തിൽ ഞാൻ വലുതാകണം, സ്വാർത്ഥതയെക്കുറിച്ചാണ് ലോകം മുഴുവൻ. ഞാൻ എൻ്റേത്, ഞാൻ കെട്ടിപ്പടുക്കണം, എൻ്റെ അധികാരത്തിലേക്കെല്ലാം വരണമെന്നാണ്. എല്ലാം കഴിഞ്ഞ മനുഷ്യൻ ഏറ്റവും ഒടുവിൽ നല്ലവരായിരുന്ന മനുഷ്യർ പോലും അവസാനം എൻ്റെ അധികാരത്തിലേക്ക് എല്ലാം കൊണ്ടുവരണം, എല്ലാവരും എൻ്റെ കാൽ കീഴിലാക്കണം എന്നൊരു ചിന്തയിലേക്ക് പോകുമ്പോൾ നേരെ മറിച്ചാണ് സ്വർഗത്തിന്റെ വിജ്ഞാനം പറയുന്നത്, എല്ലാവരും എന്നിലൂടെ അനുഗ്രഹം പ്രാപിക്കണം. ഇതാണ് ആദ്യമായി നമ്മൾ കാണുന്നത്. സ്വർഗത്തിന്റെ ഇടപെടൽ അബ്രാഹത്തോടായിരുന്നു. അബ്രാഹത്തെ വിളിച്ചിട്ട് പറയണം, ഞാൻ കാണിച്ചു തരുന്നിടത്തേക്ക് നീ പോവുകയാണെങ്കിൽ, എൻ്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് നീ വരികയാണെങ്കിൽ ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കി മാറ്റും, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും, നീ മൂലം ലോകം മുഴുവനും അനുഗ്രഹം പ്രാപിക്കും. യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി വന്ന് എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ ഈ ദൈവത്തിന്റെ ആത്മാവ്, സ്വർഗത്തിന്റെ ജ്ഞാനം നിറയുന്നതിനെ കുറിച്ചാണ് അന്ന് അബ്രാഹത്തോട് പറഞ്ഞത്. അനുഗ്രഹത്തിന്റെ ഒരു മേഖലയാണിത് പറയുന്നത്. എന്നാൽ ഇത് ലോകത്തിൽ ആർക്കും മനസ്സിലാക്കാം. കാരണം ലോകം പറയുന്നത് സ്വാർത്ഥത, എൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിക്കുന്ന കണ്ണുകൾ കാണുകയോ എന്നാണ് പറയുന്നത്. വേറൊരു ലെവലാണത്. ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തുന്നത്. ഞാൻ പറയുമ്പോൾ മറിയത്തിലേക്ക് നിറഞ്ഞതുപോലെ, സോളമനിലേക്ക് നിറഞ്ഞതുപോലെ ദൈവത്തിന് മുമ്പിലേക്ക്, യൂണിവേഴ്സിറ്റിയിലേക്ക് ജീവിതം അടിയറ വെക്കുന്നവരിലേക്ക് ആ ദൈവത്തിന്റെ സ്നേഹവും കരുണയും ജ്ഞാനവും വന്ന് നിറയുകയാണ്.
പിന്നെ നമുക്ക് ലോകത്തിൻ്റെ അതൊന്നും അല്ല. പിന്നെ അതല്ലേ പൗലോസ് പറഞ്ഞത്, കർത്താവായ യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ഈ ലോകത്തുള്ള എന്തിനാണ് എന്നെ ആരെല്ലാം എന്തെല്ലാം തരാമെന്ന് പറഞ്ഞാലും അതൊന്നും ഒരു പ്രശ്നമല്ല, അതൊന്നും വേണ്ട, അതൊന്നും ആഗ്രഹമൊന്നുമില്ല. അതാ സോളമൻ പറഞ്ഞത്, ഇതെല്ലാം വെറും ഫോഷമാണ്, ഇതെല്ലാം വെറും മിഥ്യയാണ്, ഈ ലോകത്തിന് ഇതെല്ലാം വെറും മിഥ്യയാണ്, ഇതൊന്നും ഒന്നുമല്ല, ഇതിനപ്പുറമുള്ളതാണ് ഞാൻ അനുഭവിക്കുന്നത്, ഇതിനപ്പുറമുള്ളതാണ് ഞാൻ കാണുന്നത് എന്ന കാരണം അത് വേറൊരു യൂണിവേഴ്സിറ്റി, അത് സ്വർഗത്തിൻ്റെ യൂണിവേഴ്സിറ്റി മുഴുവനും തന്നിലേക്ക് ഡൗൺലോഡ് ചെയ്ത ആ അറിവും കൃപയും ജ്ഞാനവും. ഞാൻ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ സോളമൻ്റെ കാലത്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പ്രശസ്തരായ ആൾക്കാർ ഈ സോളമൻ്റെ അടുത്തേക്ക് വരുമായിരുന്നു ഈ അറിവ്, ഈ ജ്ഞാനം ലഭിക്കാനായിട്ട്. അങ്ങനെ ആ സോളമൻ സുഭാഷിതങ്ങൾ എന്ന് പറഞ്ഞ ബുക്കല്ലേ, പ്രോവേർബ്സ്, സോളമന്റെ ജ്ഞാനസൂക്തങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ 9ാമത്തെ സുഭാഷിതങ്ങൾ പ്രോവേർബ്സ് 9-10, അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവഭക്തിയാണ് ജ്ഞാനത്തിന്റെ ഉറവിടം എന്ന് പറയുമ്പോൾ ദൈവത്തിൽ അല്ലെ ഇങ്ങനൊരു സംഗതി ഉണ്ട്, അല്ലെ ഇങ്ങനൊരു സംഗതി ഉണ്ട്. നമ്മുടെ അമേരിക്കയിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടല്ലോ, ലോകത്തിൽ പല യൂണിവേഴ്സിറ്റികളും, എവിടെ പോയി പഠിച്ചാലും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളും അറിയണം, ഇങ്ങനെ കാണപ്പെടാത്ത ഒരു ഇതേക്കുറിച്ചെല്ലാം അപ്പുറം ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അത് ദൈവത്തിൻ്റെ ജ്ഞാനം, അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം എന്ന് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കാനായിട്ട് കണ്ണുകൊണ്ട് കാണുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ഇല്ല, നമ്മൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ടല്ലോ എല്ലാ ദിവസവും. ഇപ്പോൾ നമ്മൾ ഈ ലൈറ്റ്, ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നമ്മൾ ലൈറ്റ് ഇട്ട് നമ്മൾ ഇരിക്കുമ്പോൾ ആ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ കറണ്ട് വന്നു, നമ്മൾ കാണുന്നുണ്ടോ? നമ്മുടെ കണ്ണുകൊണ്ട് ഈ ബൾബ് കത്തുമ്പോൾ പ്രകാശം കാണും, അല്ല ഈ ഇലക്ട്രിസിറ്റി നമ്മുടെ കണ്ണുകൊണ്ട് എത്ര നോക്കിയാലും കാണത്തില്ല. തൊട്ട് നോക്കിയാൽ ചിലപ്പോൾ അറിയാം അപകടം ഉണ്ടാകും. എന്തെല്ലാം കാര്യങ്ങളാണല്ലേ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത്. അന്തരീക്ഷത്തിലേക്ക് നോക്കിയാൽ എന്തെല്ലാം കാര്യങ്ങളാണല്ലേ. ഈ ആറ്റം എന്ന് പറയുന്നതല്ലേ എല്ലാ വസ്തുക്കളുടെ ലോകത്തുള്ള സകല വസ്തുക്കളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അതിൻ്റെ ഏറ്റവും പരമമായ കണികയാണ് ആറ്റം, ഏറ്റവും ചെറുതായ ആറ്റം. അതിന് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ അതുണ്ട്, നമ്മളിലുണ്ട്, സകല ജീവജാലങ്ങളിലുണ്ട്, നിറഞ്ഞു നിൽക്കുകയാണ്. അത് നൂറ്റാണ്ടുകളിലൂടെയുള്ള പഠനത്തിലൂടെ മനുഷ്യന് അറിവ് കിട്ടി. അത് സൃഷ്ടിച്ചത് ദൈവമാണെന്നുള്ള അറിവിലേക്ക് വരുമ്പോഴാണ് ഈ ലോകത്തിൻ്റെ വിദ്യാഭ്യാസം അത് മുഴുവനും പരിശുദ്ധാത്മാവ് സോളമൻ അന്ന് കൊടുത്ത അറിവ്. അന്ന് ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ട് ഞാൻ പറഞ്ഞു വരുന്ന പ്രിയമുള്ളവരെ, അങ്ങനെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടേക്കൊന്ന് ചേരാൻ, അവിടുത്തെ മുമ്പിൽ നിന്ന് സമർപ്പിക്കാൻ. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞത്, അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, അവനെ സ്വീകരിക്കുന്നവർക്കെല്ലാം ഉന്നതമായ വിദ്യാഭ്യാസമുള്ള ദൈവത്തിൻ്റെ മക്കൾ എന്ന പദവിയിലേക്ക് ഗ്രാജുവേറ്റ് ചെയ്യാനായിട്ട്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യാനായിട്ടുള്ള അവൻ കൃപ നൽകിയെന്ന്. ഈ ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ ഡിഗ്രിയാണ് ദൈവത്തിൻ്റെ മകനോ മകളോ ആകുക എന്നുള്ളത്. എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച ഒരു ജോലി കിട്ടുക എന്നുള്ളതല്ലേ നമ്മുടെയൊക്കെ ഉദ്ദേശം. നമ്മുടെ മക്കളൊക്കെ പഠിച്ച് നല്ല ജോലി കിട്ടണം. എന്നാൽ സ്വർഗത്തിൻ്റെ യൂണിവേഴ്സിറ്റി പഠിച്ചാൽ ജോലിയല്ല, നമ്മൾ സ്വർഗം തന്നെ നമ്മുടെ സ്വന്തമാകുകയാണെന്ന്, നിത്യത പോലും നമുക്ക് അവകാശമായി തരികയാണെന്ന്. പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ ഇത് പറ്റത്തില്ല. അതാണ് പൗലോസ് പറഞ്ഞത്, മനുഷ്യന്റെ അന്തർഗതങ്ങൾ അതായത് ദൈവത്തിന്റെ ഉള്ളം, ദൈവത്തിന്റെ മനസ്സറിയുന്ന ഈ ദൈവത്തിന്റെ ആത്മാവിനെ തന്നെയാണ് ദൈവം നമ്മിലേക്ക് അയക്കുന്നത്. അപ്പൊ ദൈവം ഇല്ല എന്ന് പിന്നെ പറയാൻ പറ്റില്ല. ഇന്ന് മനുഷ്യന് ദൈവം ഇല്ല എന്ന് പറയുന്നത് ഈ ഒരു ഡൗൺലോഡ്, ഈ ഒരു ഡിഗ്രി, ഈ ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ദൈവം ഇല്ല എന്ന്? പൗലോസ് പറയുന്നില്ലേ, പരിശുദ്ധാത്മാവിലൂടെയാണ് നാം ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. യഹൂദര് അവരാണ് ഇസ്രായേൽ മക്കളോടാണ് വാഗ്ദാനം ചെയ്തത്, പക്ഷെ അവർക്ക് ഇന്നും ദൈവത്തെ പേടിയാണ്. കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ പറയുമ്പോൾ, അതായത് യഹോവ എന്ന പേര് പറയാൻ പേടിയാണ് അവർക്ക്. അവിടേക്കാണ് സ്വർഗം തന്നെ ഇറങ്ങി വന്നുകൊണ്ട് ദൈവവചനത്തിന്റെ മാംസം ധരിച്ച് യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഒരു യൂണിവേഴ്സിറ്റിയായി തിരുസഭ സ്ഥാപിച്ചുകൊണ്ട് പറഞ്ഞതെന്താ, നിങ്ങൾ ഈ യഹോവയല്ല, നിങ്ങൾ ഡാഡി എന്നങ്ങ് വിളിച്ചോ. നിങ്ങൾ യഹോവ എന്ന് പേര് കൂട്ടി പറയാൻ നിങ്ങൾ പേടിക്കുന്ന ആ ദൈവം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ അപ്പനാണ്. അത്രമാത്രം വെളിപ്പെടുത്തലാണ്, ഉന്നതമായ ആ ഒരു അറിവുകളാണ് യേശു നമുക്ക്, സ്വർഗത്തിന്റെ അറിവാണ്. ഭൂമിയിൽ വന്ന യേശു ഇന്നും തിരുസഭയിലൂടെ, അതാണ് പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ യൂണിവേഴ്സിറ്റി
പരിശുദ്ധാത്മാവ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ അതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. എത്ര ലോകത്തിലെ എത്രമാത്രം ഉപകരണങ്ങൾ വെച്ച് പരിശോധിച്ചാൽ ഇത് കാണാൻ പറ്റില്ല. കാരണം അതിനുള്ള ഉപകരണം എല്ലാം അതിൽ തന്നെയാണ്. അതായത് പരിശുദ്ധാത്മാവാണ് നമുക്ക് പല കാര്യങ്ങളും വെളിപ്പെടുത്തി തരികയാണ് പൗലോസ് പറഞ്ഞത്. ദൈവത്തിൻ്റെ ഈ തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം ഒരിക്കലും കണ്ണ് കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ട്, എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കും എന്ന് പറയുമ്പോൾ നമുക്കെന്ന് പറയാൻ കാരണം എന്താ? പൗലോസ് പറയാണ്, നമ്മളിൽ പരിശുദ്ധാത്മാവുള്ളത് കൊണ്ട് എന്ത് വേണമെങ്കിലും പരിശുദ്ധാത്മാവ് നമുക്ക് പ്രത്യേകിച്ച് പോയി ടെസ്റ്റ് ചെയ്ത് ലാബിൽ പോയത് തെളിയിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരികയാണ്. അതെല്ലാം പ്രൂവൺ ആണ്. ഓൾറെഡി ഇറ്റ് ഈസ് ഓൾറെഡി പ്രൂവ്ഡ്, ഇറ്റ് ഈസ് ഓൾറെഡി അപ്രൂവ്ഡ്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഞാനീ പറഞ്ഞു വരുന്നത് ആലങ്കാരികമായിട്ട് അതിതൊക്കെ ഞാൻ പറഞ്ഞു വരുമ്പോൾ ഈ 8 നോമ്പിലോ കടന്നു പോകുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ആ ജ്ഞാനം, പരിശുദ്ധാത്മാവ്, സ്വർഗം നമുക്ക് നൽകുന്ന ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അത് ലോകത്തിൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല. ലോകത്തിൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ സഭയിലായിരിക്കാം, പക്ഷേ നമ്മൾ ഈ പരിശുദ്ധാത്മാവിന് മുമ്പിലേക്ക് ജീവിതം അടിയറ വെക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് ആ ഭാഷ മനസ്സിലാക്കാൻ ഡൗൺലോഡ് ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ എത്ര നാൾ പഠിച്ച ഒരു ഡിഗ്രി കിടക്കുന്നത് പരിശുദ്ധാത്മ. എത്രയോ പേര് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, വചനം സ്കൂളിൽ പോലും പോകാത്തവർ നിന്ന് പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ് നമ്മൾ കോരിത്തരിച്ച്, ഇവർക്ക് എവിടുന്നല്ല യേശുവിനെ കുറിച്ച് ഇവൻ എവിടുന്നാ ഈ ജ്ഞാനം കിട്ടിയത്? ഇവനൊരു സ്കൂളിലും പോയിട്ടില്ല. ഇവൻ ആ ആശാരിപ്പണിക്കാരനായ ജോസഫിന്റെ മകൻ, ഇതിലൂടെ ആ മരക്കഷ്ണം തലയിൽ വെച്ചുകൊണ്ട് നടന്ന, അപ്പനെ സഹായിച്ചുകൊണ്ട് നടന്ന ആ ജോസഫിന്റെ മകനല്ല ഇവന് ഈ അറിവല്ല എവിടുന്ന് കിട്ടി? സ്വർഗത്തിന്റെ യൂണിവേഴ്സിറ്റിയാണ് അവന് എന്ന് അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് പറ്റി അവരുടെ കാഴ്ചപ്പാടിൽ ഇവനാ ആശാരിപ്പണിക്കാരൻ തലയിൽ തടിക്കഷ്ണം ചൂന്ന് നമ്മുടെ വീടിൻ്റെ വാതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്ന ഇവൻ നമ്മളെ പഠിപ്പിക്കാൻ ഇവനെ എവിടുന്ന് കിട്ടുക. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി, ഒരു ഭയപ്പെടാൻ തുടങ്ങി. നമ്മൾ ഉദ്ദേശിച്ച പോലല്ല കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇതിനപ്പുറമാണ് അവനെ ഭയപ്പെട്ട്, അതാണ് അവനെ കൊല്ലാൻ തോന്നുന്നു. പിന്നീട് പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവാണ്. ഇന്നലെ പൗലോസ് പറഞ്ഞതാണ്, അതേ അതിൻ്റെ ഒടുവിൽ 1 Corinthians 2 ഒടുവ് പറഞ്ഞെന്താ? ആത്മീയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വർഗം തന്നെ ഉള്ളിലേക്ക് വന്നറിഞ്ഞൊരു മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കാൻ ആർക്കും സാധിക്കില്ല. കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഡിഗ്രി അതിനേക്കാൾ ഉന്നതമാണ് ഈ അറിവ്. ആർക്കും വാദിച്ച് ജയിക്കാൻ പറ്റില്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിക്കുന്നുണ്ട്, സ്തേഫാനോസിനോട് വാദിച്ചവനെ ജയിക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്ന്. പൗലോസിനെ കുറിച്ച് പറയുന്നുണ്ട്, അവന് പിന്നീട് റോമിലേക്ക് എല്ലാവരുടെ മുമ്പിൽ ഇത് സ്വർഗത്തിന്റെ വിജ്ഞാനം വാദിക്കാൻ ഇതാണ് നിലനിൽക്കുന്നതെന്ന് വാദിച്ച് ആർക്കും അവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഇത് കൊന്നുകളയാണ്. ഇവനെ ആർക്കും ജയിക്കാൻ. കാരണം അത്രമാത്രം ഉന്നതമാണ് ജ്ഞാനം. പ്രിയമുള്ളവരെ, അതാണ് നമുക്ക് തൻ്റെ ആത്മാവിലൂടെ, തിരുസഭയിലൂടെ, മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ചൊരിഞ്ഞിരിക്കുന്ന വലിയ ആത്മീയ കൃപ. നമ്മൾ തിരിച്ചറിയണം. നമ്മൾ അതിലേക്കൊന്ന് എത്തി നോക്കണം, അതിലേക്കൊന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ ഉള്ളൊന്ന് തുറന്നു കൊടുക്കണം. എന്നിട്ട് പറയാണ്, കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവരാരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ സ്വർഗം നിറഞ്ഞു നിൽക്കുകയാണ്. ദൈവം സ്വർഗത്തിൽ ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങൾക്കിപ്പോൾ അറിയാം. ഞങ്ങളുടെ ഉള്ളിലേക്ക് ഡൗൺലോഡ്, ഓരോ നിമിഷവും ഡൗൺലോഡ്. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അവിടുത്തെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഈ ഭൂമിയില് ദൈവം ഉള്ളിൽ വസിക്കുന്ന, അല്ലെ സ്വർഗം ഉള്ളിൽ വസിക്കുന്ന, പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന ജീവിതങ്ങളിലേക്ക് ദൈവം ഓരോ നിമിഷവും തൻ്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ദൈവിക ജ്ഞാനത്തിലൂടെ. പ്രിയമുള്ളവരെ, അതാണ് ഈ സോളമൻ സുഭാഷണങ്ങളിൽ പറഞ്ഞു വെച്ചത്. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. പരിശുദ്ധനായവനെ അറിയുന്നതാണ് ഏറ്റവും വലിയ അറിവ്. നീ വിവേകിയെങ്കിൽ പ്രയോജനം നിനക്ക് തന്നെ. നീ പരിഹസിച്ചാൽ അത് നീ തന്നെ. നീ പരിഹസിച്ചാൽ എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തെ പരിഹസിച്ചാൽ അത് നമുക്ക് തന്നെ പരിഹാസമായിട്ട് പിന്നീട് തീരുമെന്നാണ് ഈ സോളമൻ 9 സുഭാഷങ്ങൾ 9 എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പൗലോസ് 1 കൊരിന്തോസ് 3 അധ്യായത്തിൽ പറഞ്ഞു നമ്മളിപ്പോഴും ഈ സ്വർഗത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴും ഫസ്റ്റ് ഗ്രേഡിൽ തന്നെയാണ്. ആദ്യത്തെ സെമസ്റ്ററിൽ തന്നെ നീ നിൽക്കുക. മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം
അതൊന്നും ഗ്രഹിക്കാൻ നമ്മുടെ മനസ്സൊന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട്, ഫുള്ളി ഡൗൺലോഡ് ചെയ്യാൻ നമ്മുടെ ജീവിതം മുഴുവനും വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സഹോദരരെ, എനിക്ക് ഇന്നത്തെ വായനതാണ്, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോടെന്ന പോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ജഡിക മനുഷ്യരോടെന്ന പോലെയും ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോടെന്ന പോലെയും, വെറും കിൻഡർ ഗാർഡനിലേക്ക് കയറിയ പോലെ ഉള്ളൂ ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഗുരുവാ, ഇതിനെ കട്ടിയുള്ള ഭക്ഷണം കഴിക്കാൻ, സ്വർഗത്തിൻ്റെ മുഴുവൻ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ശക്തരല്ല. നമ്മൾ പറയാറില്ലേ, ഞങ്ങൾക്ക് ഇറ്റ് ഈസ് നോട്ട് ആവശ്യത്തിനുള്ള നമുക്ക് എന്താ പറയുക, ചില കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ നേരത്ത് ചോദിക്കും, ഡൗൺലോഡ് ചെയ്യേണ്ട, കാരണം ഇത്രയും മെമ്മറിയേ ഉള്ളൂ. ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മെമ്മറി എക്സ്പാൻഡ് ചെയ്യുന്നവരാണ്. നമ്മുടെ ഹൃദയം മനസ്സും തുറന്നു കൊടുക്കുമ്പോൾ പൂർണ്ണമായി നമ്മുടെ ഉള്ളിലുണ്ട്. തുറന്നു കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട്, നമുക്ക് സ്പേസ് ഉണ്ട്. തുറന്നു കൊടുത്താൽ മതി. നിങ്ങൾക്കിപ്പോഴും കട്ടിയില്ല, അല്ലെങ്കിൽ വെറും പാല് പോലുള്ള ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്നത്. ദൈവത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആ അവസ്ഥയിലാണ്. എന്തെന്നാൽ നിങ്ങളിപ്പോഴും ജഡിക എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ അറിവിലാണ്. ഇപ്പോൾ നിങ്ങൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും, ദൈവം ഉണ്ടെന്ന് ചിന്തിക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരും. അതാണ് നമ്മുടെ സ്വാർത്ഥത. ഞാൻ എൻ്റെ കാര്യങ്ങൾ. സ്വർഗത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ മനുഷ്യരൊക്കെ ജീവിതം വേണ്ട എന്ന് വെക്കുകയാണ്. സ്വർഗത്തിലേക്ക് പോകാൻ നമുക്കറിയാം ഇത് കഴിയുമ്പോൾ. അതുകൊണ്ട് ഈ ലോകത്തിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഒരു ആത്മീയതയാണ് പറയുന്നത് ഈശോ, പരിശുദ്ധ അമ്മയൊക്കെ അതാണ്. അതുകൊണ്ടാണ് നമ്മളിന്ന് നമ്മുടെ ഇടയിലല്ല, ഞാൻ ഇന്ന ഗ്രൂപ്പിൽപ്പെട്ടയാളാണ്, ഞാൻ ഇന്ന ഗ്രൂപ്പിൽപ്പെട്ടയാണ്, ഞങ്ങളുടെ ഗ്രൂപ്പാണ് മുന്നിൽ വരേണ്ടത്, അല്ലേ? ഇന്ന് എവിടേക്കാണ് നമ്മൾ, ഞാനതേക്കുറിച്ചും പോകുന്നില്ല, പറഞ്ഞ വെച്ചാൽ കട്ടിയായിപ്പോൾ, അതുകൊണ്ട് പറയുന്നില്ല, അല്ലേ? എല്ലായിടത്തും ഗ്രൂപ്പിസമാണ്. എവിടെ ചെന്നാലും ഗ്രൂപ്പിസമാണ്. വേറെ ആരെയും ഇങ്ങോട്ട് കയറ്റണ്ട കേട്ടോ, വേറെ ആരെയും ഇങ്ങോട്ട് കയറ്റണ്ട. ഇത് നമ്മളുടെ ഇത് മാത്രം, നമുക്കുള്ളതാണ്. ഇത് ലോകത്തിൻ്റെ ദുഷ്ടാരൂപി സ്വർഗം എന്ന് നമ്മളിലേക്ക് വരാൻ തടസ്സമായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം ചടങ്ങ് പോലെ. ഇത് വലിയൊരു അപകടകരമായ മേഖലയാണ് പ്രിയമുള്ളവരെ. സാത്താൻ നമ്മളെ അടിച്ചമർത്തിയിട്ടിരിക്കുകയാണ് ലോകത്തിൻ്റെതായ രീതിയിൽ. ഞാൻ അപ്പോളോസിൻ്റെതാണ്, ഞാൻ പൗലോസിൻ്റെതാണെന്ന് നിങ്ങൾ പറയുന്നതല്ലേ? അതുകൊണ്ടല്ലേ പൗലോസ് ആരാണ്, അപ്പോളോസ് ആരാണ്? എല്ലാം ക്രിസ്തുവിൽ നിന്നുമാണ് കിട്ടേണ്ടത് എന്നാണ് പൗലോസ് എന്ന് ഓർപ്പിച്ചത് നമ്മളെ. ഞങ്ങൾ ദൈവത്തിൻ്റെ യൂണിവേഴ്സിറ്റിയാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ യൂണിവേഴ്സിറ്റി പഠിക്കുന്നവരാണ്. ഞങ്ങൾ പറഞ്ഞു തരുന്നത് ദൈവത്തിൻ്റെ കാര്യങ്ങളാണ്. അത് കാണാനൊന്നും പറ്റില്ല കണ്ണുകൊണ്ട്, പക്ഷേ നിങ്ങളുടെ ഹൃദയം തുറന്നാൽ ദൈവം തന്നെ ആത്മാവായി വന്നുകൊണ്ട് നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരും, പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് എബ്രായലേഖനം 11 പറയുന്നുണ്ടല്ലോ, ഈ വിശ്വാസം എന്ന് അതിനെക്കുറിച്ച് പറയുന്നത്. നമ്മുടെ തുറവിക്ക് എന്താ വിശ്വാസം എന്ന എന്താ? എബ്രായർ 11 ഹീബ്രൂസ് 11:1 പറയുന്നുണ്ട്, ഫെയ്ത്ത് ഈസ് സംതിങ് വി കനോട്ട് സീ. വാട്ട് ഈസ് ഫെയ്ത്ത്? സംതിങ് ദാറ്റ് വി കനോട്ട് സീ ബട്ട് വി നോ ഇറ്റ് ഈസ് ദേർ ആൻഡ് വി ഹോപ്പ് ഫോർ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ, ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ. ഇങ്ങനൊരു സംഗതിയുണ്ട്. ദൈവമുണ്ട്, ദൈവീയ കാര്യങ്ങളുണ്ട്, കാണത്തില്ല. പല കാര്യങ്ങൾ ഈ ലോകത്തിൽ ഇന്നുള്ളത് കാണപ്പെടാത്തവ ഇന്നുണ്ടെന്ന് നാം പറയുന്നത് പോലെ, എന്തുകൊണ്ട് നമുക്കും ഒന്ന് ശ്രമിച്ചുകൂടാ? ഈ ദൈവം ഉണ്ട് എന്ന് സംഗീതം 100 ഇന്ന് അറ്റ്ലാന്റയിലും സാലിബായി സമർപ്പിച്ചതുപോലെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ അരികിലേക്ക് ആണ് വിശ്വാസത്തിൻ്റെ മേഖല. പരിശുദ്ധ അമ്മ നിന്റെ ജീവിതം വിട്ടുകൂടി, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിൽ നിറയട്ടെ. സ്വർഗം മുഴുവനും മറിയത്തിലേക്ക് വന്ന് നിറഞ്ഞു എന്ന് പറഞ്ഞു. ദൈവം തന്നെ മനുഷ്യനായ ഭൂമിയിലേക്ക് മറിയത്തിൽ നിന്നും ഈ ഭൂമിയിൽ അവതരിച്ചു. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്ത ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത്. ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടുവെന്നും കാണപ്പെടാത്തവയിൽ നിന്നും ഉണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു. പല കാര്യങ്ങളും ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്നതും, അല്ലേ? ഇന്നലെ ഒരാളോട് ഞാൻ നല്ല പറഞ്ഞില്ലേ, മാറ്ററിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ആറ്റമാണ് ഏറ്റവും ചെറിയ കണിക. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ദൈവം സൃഷ്ടിച്ചത് ഇനിയൊന്നും ദൈവമാണ് സൃഷ്ടിച്ചത്, അല്ലേ? ശാസ്ത്രീയമായിട്ടുള്ള ഏറ്റവും ഉന്നതമായ ആൽബർട്ട് ഐൻസ്റ്റീനൊക്കെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ഇതാണ്, മാറ്റർ കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്. നമ്മൾ കാണുന്ന ഒരു വസ്തുവും പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതം പോലെ, നമ്മുടെ ഈ ശരീരം മണ്ണാകുമ്പോൾ അത് വേറൊരു ചെടി പിന്നെ അവിടെ കിളുത്തു വരികയാണ്. നമ്മളുടെ ആത്മാവ് അതിൽ പങ്കാളിയാകുന്നില്ല. ആത്മാവ് നിത്യതയിലേക്ക് പോവുകയാണ്.
ഈ ലോകത്തിൽ കാണപ്പെടുന്നവയെല്ലാം അതാണ്, നത്തിങ് ക്യാൻ ബി, മാറ്റർ കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയ്ഡ് എനിമോർ. ദൈവം ഒരിക്കൽ സൃഷ്ടിച്ചു. ഞാനിങ്ങനെ പറയും, ഗാഡ് ക്രിയേറ്റഡ് ആൻഡ് മാൻ ഇൻവെന്റഡ്. എല്ലാം കണ്ടുപിടുത്തമെന്നല്ല പറയുന്നത്. ആരെങ്കിലും സൃഷ്ടിച്ചെന്ന് പറഞ്ഞു കേട്ടോ? ഇല്ല, കാരണം ദൈവം മാത്രമാണ് സൃഷ്ടിച്ചത്. അത് ശാസ്ത്രം പറയുന്നുണ്ട്. പക്ഷെ ദൈവമാണ് സൃഷ്ടിച്ചതെന്ന് പറയാൻ ഇന്നുവരെയും പറ്റിയിട്ടില്ല. കാരണം കുറെ കഴിയുമ്പോൾ പറയും, കുറെ സമയമെടുക്കും. ദൈവമാണ്. No matter cannot be created or destroyed. It can be transformed from one state to another. വെള്ളത്തെ ഐസാക്കാം, ഐസിനെ ആവിയാക്കി സ്റ്റീമാക്കാം, സ്റ്റീമിനെ വീണ്ടും തണുപ്പിച്ച് വെള്ളമാക്കാം, വെള്ളത്തെ വീണ്ടും ഐസാക്കാം. ഒന്നും നഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ചത് അതുപോലെ തന്നെ നിൽക്കുകയാണ്. ആർക്കും ഒന്നും നീട്ടാനോ കുറയ്ക്കാനോ പറ്റുന്നില്ല. എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഇത് വലിയൊരു ദൈവികമായ യൂണിവേഴ്സിറ്റിയുടെ അറിവാണ്. അതും ലോകത്തിന്റെ യൂണിവേഴ്സിറ്റി ആൽബർട്ട് ഐൻസ്റ്റീനൊക്കെ അംഗീകരിച്ചു. മാറ്റർ കനോട്ട് ബി ഡിസ്ട്രോയിഡ് ഓർ ക്രിയേറ്റഡ്. ഒന്നും ഇനിയും പുതുതായിട്ട് സൃഷ്ടിക്കാൻ പറ്റില്ല. ഇവിടെ ഉള്ളതിനെ വേറെ രൂപത്തിലേക്ക് മാറ്റാം. പ്രിയമുള്ളവരെ, അവിടെയാണ് ദൈവത്തിന്റെ യൂണിവേഴ്സിറ്റി. ദൈവമാണ് സൃഷ്ടിച്ചത്. ദൈവമാണ് എല്ലാത്തിൻ്റെ ഉറവിടം. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുകയാണ്. ഞങ്ങളുടെ ഉള്ളിലേക്ക്, പ്രത്യേകിച്ച് ഈ പരിശുദ്ധ അമ്മയുടെ ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ജ്ഞാനമായ അറിവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക്, മനുഷ്യവർഗമുള്ളെങ്കിൽ തിരുസഭയിലേക്ക് വന്ന് നിറയണമേ. പരിശുദ്ധ പരമാം ദൈവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.